നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കുന്നത് 2 മണിക്കൂർ കിടക്കുന്നതിന് മുന്നേ കഴിക്കണം എന്നാണ് പറയുന്നത്. രാത്രിയിലത്തെ ഭക്ഷണത്തിന് പ്രത്യേകതയുണ്ട്. നമ്മൾ കിടക്കുവാണല്ലോ, പിന്നെ ദഹനമൊക്കെ അതിന് ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുവാണ്. ആ സമയത്ത് നമ്മുടെ വയറിന് അകത്താണല്ലോ ദഹനത്തിന്റെ പ്രോസസ്സ് ലാസ്റ്റ് നടക്കുന്നത്, കുടലിന് മുന്നേ നടക്കുന്നത്. അപ്പൊ അവിടെ വയറിനെ 3ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ഭാഗം കരഭാഗം കട്ടിയുള്ളത്, ഒരു ഭാഗം ദ്രവം, ഒരു ഭാഗം വായുസഞ്ചാരം. അപ്പം ഈ പ്രോപ്പറായിട്ട് ഇതിനൊരു സ്പേസ് കൊടുക്കണം. അല്ലാതെ നമ്മളിപ്പോ രാത്രിയിൽ ഇച്ചിരി ഭക്ഷണം ഭയങ്കര ഹെവി ആയിട്ട് ഇങ്ങനെ അധികമാണ് അതൊക്കെ എടുത്ത് ഒന്ന് കഴിച്ചേക്കാവുന്നൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ദഹനത്തിന് പ്രശ്നം വരുന്നത്. ഈ കറക്റ്റ് ആയിട്ടുള്ള സ്പേസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ദഹന പ്രശ്നങ്ങൾ വരും. ഒരു ഒട്ടുമിക്ക അസുഖങ്ങൾക്കുള്ള മൂല കാരണം നോക്കുമ്പോൾ എല്ലാം ദഹനത്തിന്റെ ഇൻഡൈജഷന്റെ പ്രോബ്ലം ആണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ കാലക്രമേണ ഒന്ന് ക്ഷമിച്ചു, 2 ക്ഷമിച്ചു, അങ്ങനെ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ അത് സംബന്ധമായിട്ടുള്ള ഒത്തിരി അസുഖങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോഴത്തെ സമൂഹത്തിൽ എനിക്ക് തോന്നുന്ന ആൾക്കാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. രാത്രിയിലൊക്കെ വലിച്ചു വാരി അത് കഴിച്ചു ഇത് കഴിച്ചു, ഹെവി ആയിട്ടുള്ള ദഹനത്തിന് പ്രശ്നം, ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു, അങ്ങനെയൊക്കെയാണ് ഈ അസുഖം വരുന്നത്. നമ്മുടെ പണ്ടുള്ള ആൾക്കാരെ അവർക്ക് ഇത് അറിയാമായിരുന്നത് കൊണ്ട് അവരുടെ ഫുഡ് ഹാബിറ്റിലും പ്രത്യേകത ഉണ്ട്. അവർ കഞ്ഞിയൊക്കെ ആയിരുന്നു കഴിച്ചിരുന്നത്. കഞ്ഞി കഴിക്കുന്നതിന്റെ കാര്യം എന്താ, അതിനകത്തൊപ്പം വെള്ളം വരുന്നുണ്ട്, കരവും വരുന്നുണ്ട്, പിന്നെ അവരത് കുറച്ച് പെട്ടെന്ന് ദഹിക്കുന്നതുമാണ്, കുറച്ചേ കഴിക്കുന്നുള്ളൂ. അപ്പൊ അന്നേരം അന്നത്തുള്ള ആൾക്കാർക്ക് ദഹന പ്രശ്നങ്ങളൊന്നും ഇത്ര വരുന്നില്ലായിരുന്നു. അതൊക്കെ അറിഞ്ഞാണ് അവർ അന്നത്തെ അവരുടെ ഒരു പണ്ടുള്ള ആൾക്കാരുടെ ഫുഡ് ഹാബിറ്റില് അവർക്ക് അറിഞ്ഞോ അറിയാതെയോ എല്ലാ കാര്യങ്ങളും ചിട്ടപ്പെടുത്തിയാണ് അവർ ജീവിച്ചിരുന്നത്. ഇന്നുള്ളവർക്ക് അതൊന്നും അറിയത്തില്ല, കാണുന്നതെല്ലാം വലിച്ചുവാരി കഴിക്കുന്നു. അസുഖങ്ങൾ കൊണ്ട് അവർക്ക് മാറാൻ നേരവുമില്ല. പിന്നെ വേറെ കാര്യം, ഭക്ഷണം കഴിക്കുന്നത് പെട്ടെന്ന് വലിച്ചു വാരി കഴിക്കരുത്. സ്പീഡിൽ എങ്ങനെയും ഒന്ന് കഴിച്ചു തീർക്കാന്ന് പറഞ്ഞ് സ്പീഡിൽ കഴിച്ചിട്ട് പോകല്. പതിയെയും കഴിക്കരുത്, ഒരു മീഡിയം എന്നുവെച്ചാൽ ഒന്ന് ചവച്ചരച്ച് നന്നായിട്ട് കഴിക്കണം. നമ്മുടെ ഫസ്റ്റ് പ്രോസസ് ഡൈജഷൻ നടക്കുന്നത് വായിലാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നന്നായിട്ട് ചവച്ചരച്ച് അങ്ങനെ വേണം കഴിക്കാൻ. അങ്ങനെ കഴിച്ചില്ലെങ്കിൽ ആ ഫസ്റ്റിൽ തന്നെ ഡൈജഷൻ തന്നെ കറക്റ്റ് അല്ല, പിന്നെ അങ്ങനെ വന്നിട്ട് ഇതെല്ലാം ഇൻഡൈജഷനിലോട്ട് വ്യാപിക്കും. ഇതൊക്കെ നമ്മൾ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നിങ്ങൾ അറിഞ്ഞോ, പ്രാണദർശന്റെ സ്പിരിച്വൽ ഗാദറിംഗ് വരുന്നു ഒക്ടോബർ 11, 12 തീയതികളിൽ കോട്ടയം റെയിൻ ഫോറസ്റ്റിൽ വെച്ച്. ഇതൊരു സാധാരണ പ്രോഗ്രാം അല്ല, ജീവിതത്തെ മാറ്റിമറിച്ച് പുതിയൊരു ദിശാബോധം തരുന്ന പരിപാടിയാണ്. ടെൻഷനും പേടിയെല്ലാം മാറ്റി മനസ്സിന്റെ ധൈര്യവും സമാധാനവും നിലനിർത്താൻ സ്പിരിച്വൽ ഗാദറിംഗിൽ പങ്കെടുക്കാം. ഞാനുണ്ടാവും, നിങ്ങളുണ്ടാവില്ലേ?